താൻ ആരുവേ വീട്ടിൽ പോയി ചോദിരുവേ. മുഖ്യമന്ത്രി വളരെ നികൃഷ്ടമായി ഇന്നലെ ഒരു സമ്മേളനം കൈകാര്യം ചെയ്തു. ഇദ്ദേഹം എവിടെ പോയാലും ദുരന്തമാണ്, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മയക്ക് കേടാവും, എവിടെ പ്രോഗ്രാം നടത്തിയാലും അവസാനം കലാശക്കൊട്ടെന്ന് പറയുന്നത് അടിയിലേ തീരുള്ളൂ. ഇന്നലെ കോന്നി പോയി പ്രസംഗിച്ച് അടിച്ച് കയറി വന്നപ്പോഴാണ് ഒരു സഖാവ് സ്റ്റേജിൽ വെച്ച്, സഖാവേ CMA ഒരു കാര്യമുണ്ടെന്ന്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആരുടെ? അയാളുടെ വീട്ടിൽ ഇരുന്ന് തള്ളയ്ക്ക് വിളിച്ചല്ലോ. വീട്ടിൽ സ്ത്രീകളല്ലേ ഇരിക്കുന്നത്, സ്ത്രീക്ക് പറഞ്ഞല്ലോ, ഭാര്യയ്ക്കും തള്ളയ്ക്കും അമ്മയ്ക്കും അച്ഛനും പറഞ്ഞല്ലോ, നീ വീട്ടിൽ പോടാന്ന് പറയില്ലേ. വീട്ടിൽ ഇരിക്കുന്നവരെ പറയിച്ചു. അങ്ങനെ ആ സഖാവ്, പാവപ്പെട്ട സഖാവ് വീട്ടിൽ ഇരിക്കുന്നവരെ പറയിച്ചു. എന്നിട്ട് ഇന്ന് വീണ്ടും പത്രക്കാർ ചോദിക്കുമ്പോൾ അത് പത്രസമ്മേളനമാണോ, പിന്നെ ചോദ്യോത്തര പങ്ക്തിയാണോ, അവിടെ എന്തിനാണ് സ്റ്റേജിൽ ഒരു പാവപ്പെട്ടവനാണെന്നേ, അയാൾക്ക് ഇതിൻ്റെ പ്രോട്ടോക്കാളും ഇത് പത്രസമ്മേളനമാണെന്നും ഇത് പൊതുയോഗമാണെന്നും ഇത് പ്രകടനമാണെന്നും ഇവിടെ വെച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. വളരെ സിമ്പിളായ ഒരു ചോദ്യം എന്തോ ചോദിക്കാൻ ചാടി കഴിച്ചു, ഉടനെ അദ്ദേഹത്തിനെ കൊല്ലുന്നു. 2 ദിവസം മുമ്പാണ് ജോണി ലൂക്കോസിനോട് പറഞ്ഞത്, മനോരമയിലെ ലൂക്കോസിനോട് പറഞ്ഞത്, ലവൻ ചെറ്റയാണ്, പരമചെറ്റയാണ്, പരം ചെറ്റയാണ്. ആര്? നമ്മുടെ സുധാകരൻ. അത് 2 ദിവസമേ അയാൾ പറഞ്ഞിട്ട്. അവസാനം സുധാകരൻ ഏറ്റെടുത്ത്, ഞാൻ ചെറ്റ തന്നെയാണ്, ചെറ്റക്കുള്ളിൽ ജീവിച്ചവനാണ്, 18 വയസ്സ് വരെ ചെറ്റയായിരുന്നു, ചെറ്റക്കുള്ളിലാണ് ജീവിച്ചത്. പിന്നെയാണ് ഞാൻ എനിക്കൊരു ജീവിതം മെച്ചപ്പെടാൻ കഴിഞ്ഞത് 10-18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. വീട്ടിലെല്ലാവർക്കൊക്കെ ചെറിയ വരുമാനമായതിനു ശേഷമാണ് ഞാൻ രക്ഷപ്പെടാൻ തുടങ്ങിയത്. കല്യാണമൊക്കെ കഴിച്ചതുകൊണ്ടാണ് പ്രൊഫസറാന്ന് തോന്നുന്നു ഒരു വീടൊക്കെ വെച്ചത്. അപ്പോൾ വളരെ വളരെ മാന്യമായിട്ട് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അപ്പോഴാണ് അടുത്ത് കടക്ക് പുറത്ത് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. പരനാറി, പരമനാറി, ചെറ്റ, പരഞ്ചെറ്റ, പരമചെറ്റ, കൊലംകുത്തി, നിലം തോണ്ടി, എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വർഗവഞ്ചകൻ, പ്രേമേന്ദ്രൻ പരനാറി, അങ്ങനെ ഓരോരുത്തരെയും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോകുന്നവരെയും ചെറ്റത്തരം. KV തോമസ് എറണാകുളത്ത് നിന്ന് CPM ചേർന്നു. അതിന് ചെറ്റത്തരമെന്ന് പറയൂ, നല്ല തരമെന്ന് പറയൂ. അത് നല്ല തരം. ഇതിൽ നിന്ന് പോയാൽ ചെറ്റത്തരം, ഇങ്ങോട്ട് വന്നാൽ നല്ല തരം. AK ബാലൻ വേറൊരാളുണ്ട്, അയ്യോ അദ്ദേഹം ചാരുതയാർന്ന പദമാണ് ചെറ്റ. അപ്പോൾ ആരെങ്കിലും താങ്കളെ അങ്ങനെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അടുത്ത വേറൊരാൾ വന്നു, അതാണ് തമാശ. വിജയരാഘവൻ. സതുദ്ദേശത്തിൽ, നല്ല ഉദ്ദേശത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ ചെറ്റയെന്ന് വിളിച്ചത്. വേണമെങ്കിൽ പരമചെറ്റയെന്ന് വിളിക്കാം, കാരണം നല്ല പദങ്ങളാണതൊക്കെ. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി മനോഹരമായിട്ട് പത്രക്കാരോട് ചൂടാവുക, വഴക്കുണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് പൊതുയോഗത്തിൽ ബഹളം ഉണ്ടാക്കുക. എനിക്കൊന്ന് ഇപ്പോൾ PR വർക്കുകാർ പിണറായിക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലയോ, അതോ പാർട്ടിക്കാർ പറഞ്ഞു കൊടുക്കുന്നില്ലയോ? എന്തായാലും അദ്ദേഹത്തിന് സ്ഥലജലഭ്രമം ബാധിച്ചതുപോലെയാണ് സംസാരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഭ്രാന്താണെന്നാണ്, വട്ടാണ്, ഭ്രാന്തായെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ശരിക്കും ഭ്രാന്തായതെന്ന് നിങ്ങൾക്ക് ആർക്ക് പോലെ ഞങ്ങൾക്കാണ്, ജനങ്ങൾക്കാണ് ഇപ്പോൾ വട്ടായിരിക്കുന്നത്. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നറിയാത്ത ജനതയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഏപ്രിൽ മാസം 9-ാം തീയതിയോടുകൂടി ഇതിനൊരു അറുതി വരുമല്ലോ. XOR-Y ഒരു അറുതി ഇതിനകത്ത് കൃത്യമായി വരും. അപ്പോൾ എന്തായാലും കടക്കപ്പുറത്ത് എന്ന് പറഞ്ഞിടത്തുനിന്ന് മാറി സെൽഫി എടുക്കാമെന്നപ്പോൾ ആട്ടി ഓടിപ്പിച്ച് നിവേദനം കൊണ്ടുവന്നപ്പോൾ വാങ്ങാതെ ഇരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് വാങ്ങി ഗവൺമെൻറ് കൊടുത്തു. അങ്ങനെ വളരെ രസകരമായ ഒരു ഭരണ നൈപുണ്യമുള്ള ആളാണ് മുഖ്യമന്ത്രി. എന്തായാലും കൊള്ളാം, കാര്യങ്ങൾ വളരെ മനോഹരമാണ്. കടക്കപ്പുറത്ത്, പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മനോഹരമായി ചാനലുകളുടെ അറ്റൻഷൻ പിടിച്ചിട്ടുണ്ട്. എനിക്കൊരു സംശയമുള്ളത്, ഈ PR വർക്കുകാർ പറഞ്ഞു കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാനലുകൾ അത് പിടിച്ചു നിർത്തും. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും പിണറായി വിജയന് ചാനലിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റും. മറ്റൊരാൾക്കും ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പത്രസമ്മേളനം നടത്തുന്നു, ബൈറ്റ് കൊടുക്കുന്നു, ഇതുപോലത്തെ എല്ലാം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വളരെ വലിയ ബോഡി ലാംഗ്വേജിലാണ് CM നീങ്ങുന്നത്. 80 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം 16 വയസ്സുകാരനെ പോലെ ചോടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ ജനാധിപത്യ വിരുദ്ധത, ഈ ഭാഷാപ്രയോഗം, മറ്റുള്ളവരോടുള്ള ധാർഷ്ട്യം, ഇതെല്ലാം സമൂഹം സത്യസന്ധമായി വിലയിരുത്തും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള
സാധ്യതയുണ്ട്. വളരെ നല്ല ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ സത്യവും ധർമ്മവും നീതിയും സ്വജനപക്ഷപാതവും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. അത് സുധാകരനെ പരമചെറ്റ എന്ന് വിളിച്ചതാകട്ടെ, അല്ലെങ്കിൽ ചെറ്റത്തരം കാണിച്ചവനാണെന്ന് പറഞ്ഞതാകട്ടെ, അതുപോലെ തന്നെ നേരത്തെ സുരേന്ദ്രനെയും ഓരോരുത്തരെയും എല്ലാവരെയും പലരെയും TP ചന്ദ്രശേഖരൻ കൊലംകുത്തി, വർഗവഞ്ചകൻ, അതുപോലെ തന്നെ പരനാറി, NK പ്രേമേന്ദ്രൻ പരനാറി, അങ്ങനെ ഓരോരുത്തരും ആരെല്ലാം ഇതിൽ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം തെമ്മാടികളും നാറികളും പരനാറികളും കുലംകുത്തികളും വർഗവഞ്ചകരും. ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ളതാണ്. അപ്പോൾ വരുന്നവർ ഇടുന്നത് ബർമുഡ, പോയവർ ഇട്ടുകൊണ്ട് പോയത് വള്ളി നിക്കർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നു. എന്തായാലും മലയാളിയുടെ ഈ മീനമാസത്തിലെ സൂര്യൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക് ഒരുപാട് ചാട്ടുളി പോലെ ഒരുപാട് വാക്കുകൾ മുഖ്യമന്ത്രി കടത്തിവിട്ടിട്ടുണ്ട്. ഒരു ഡിക്ഷണറി തന്നെ ഇറങ്ങുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ പദാവലിയൊക്കെ വെച്ചുകൊണ്ട് എന്തായാലും കൊള്ളാം. വളരെ മനോഹരമായ രീതിയിൽ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കാൻ പറഞ്ഞ അതേ ആർജവത്തോടുകൂടി പറയട്ടെ, വീട്ടിൽ പോകാൻ പറഞ്ഞ താങ്കളെ വീട്ടിലിരുന്നാൽ മതി, ഇനി പുറത്തിറങ്ങി ഭരിക്കണ്ട എന്ന് പറയുമോ എന്നാണ് ഇതിൻ്റെ സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ വീട്ടിൽ പോയി ഇരിക്കാൻ നാട്ടുകാരോട് പറഞ്ഞ ആൾ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമോ?